പടിഞ്ഞാറൻ ഉഗാണ്ടയിൽ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ക്രൈസ്തവരെ ആക്രമിക്കുന്നത് തുടരുന്നു. ക്രിസ്തുമസ് രാത്രിയിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ക്രിസ്തുമസിന് ഒരാഴ്ച മുൻപ് നടത്തിയ ആക്രമണത്തിൽ 10 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഉഗാണ്ടയിലെയും കോങ്കോയിലെയും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കും ദീർഘകാലമായി ഭീഷണി ഉയർത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് ADF. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ അതിൻ്റെ 2023 പെർസിക്യൂട്ടേഴ്സ് ഓഫ് ദി ഇയർ റിപ്പോർട്ടിൽ ADFനെ ഏറ്റവും മോശം തീവ്രവാദ ഗ്രൂപ്പുകളിലൊന്നായി പട്ടികപ്പെടുത്തിയിരുന്നു. ഇറാനിൽ 95 പേരുടെ ജീവൻ അപഹരിച്ച ആക്രമണത്തിൽ ഇരകളായവർക്കായി പ്രാർത്ഥനകൾ അർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ് പാപ്പയ്ക്ക് വേണ്ടി സന്ദേശമയക്കുകയും വേദനിക്കുന്നവരോട് പാപ്പായുടെ സാമീപ്യം അറിയിക്കുകയും ചെയ്തത്. കെർമാനിൽ അടുത്തിടെ നടന്ന സ്ഫോടനങ്ങളിലുണ്ടായ ജീവഹാനികളുടെ വാർത്ത മാർപ്പാപ്പയ്ക്ക് വളരെയധികം വേദനയുളവാക്കിയെന്നും മരിച്ചവർക്കും ദുഃഖിതരായവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും ആത്മീയ സാന്നിധ്യവും അറിയിക്കുന്നതായും സന്ദേശത്തിൽ പറയുന്നു. മുറിവേറ്റവരോട് തൻ്റെ ആത്മീയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സർവശക്തനിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹങ്ങൾ ഇറാനിലെ എല്ലാ ജനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പാപ്പ അഭ്യർത്ഥിക്കുന്നുവെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളുടെ തുടർച്ചയായി വീണ്ടും കർഷക ആത്മഹത്യ. വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ള എള്ളുമന്തം സ്വദേശി അനിലാണ് കടബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കിയത്. ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന ആളുകളുടെ പ്രധാന വരുമാനമാർഗം കാർഷിക മേഖലയാണ്. കടം വാങ്ങി കൃഷിയിറക്കുന്ന കർഷകരുടെ എണ്ണവും ഒട്ടും കുറവല്ല. വന്യജീവി ആക്രമണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം നശിക്കുന്ന വിളകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതും വിലത്തകർച്ചയുടെ പരിണതഫലമായി ഉണ്ടാകുന്ന കടബാധ്യതയും സംസ്ഥാനത്ത് കർഷക ആത്മഹത്യ ദിനം പ്രതി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് KCYM മാനന്തവാടി രൂപതാ സമിതി ചൂണ്ടിക്കാട്ടി. വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഗത്യന്തരമില്ലാതെ കർഷകർ ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ. രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും കർഷകരുടെ ആവശ്യങ്ങളും കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലും ആവശ്യമായ ശ്രദ്ധ പുലർത്തുന്നില്ലെന്നും രൂപതാ സമിതി ഉന്നയിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ കെനിയിൽ നിന്നുള്ള മിഷണറി വൈദികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മൊണഗ സംസ്ഥാനത്തെ ഗ്വാര പട്ടണത്തിൽ ജനുവരി 1 തിങ്കളാഴ്ച കാണാതായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസോളറ്റ മിഷണറി സംഘമായ ഫാദർ ജോസിയ ആസ കോഗലനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിനം വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കേരള സഭ നവീകരണത്തോടനുബന്ധിച്ച് 2024 യുവജന വർഷമായി ആചരിക്കാൻ KCBC തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ യുവജന വർഷത്തിന്റെ ലോഗോ യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് പുറത്തിറക്കി. KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര, ഫാദർ അലോഷ്യസ് തെക്കേടത്ത്, ഫാദർ ഡാർവിൻ ഫെർണാണ്ടസ്, സനു സാജൻ, പ്രീതി ഫ്രാങ്ക്ലിൻ, എബിൻസ്റ്റൺ എന്നിവർ പങ്കെടുത്തു. യുവജന വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന നാളെ ദിവ്യബലിക്ക് ശേഷം ഇടവകകളിൽ പതാക ഉയർത്തും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.